എന്നെ വെൽക്കം ചെയ്യാനായി സാർ ഓഫീസ് മുഴുവനും ഡെക്കറേറ്റ് ചെയ്തല്ലോ. മൈ ഗോഡ്. താങ്ക് യു രവിവർമ്മൻ സർ. താങ്ക് യു വെരി മച്ച്. അതിൽ കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബോസിന്റെ ഒരു മെയിൽ ഉണ്ടായിരുന്നോ റിഗാർഡിംഗ് രാജനന്ദിനി സാരീസ്? കണ്ടു. സത്യമാണ് ജോസഫ്. ഈ വർഷം രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന് 300 കോടി രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി എന്ത് പദ്ധതികളാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും ശ്രീലക്ഷ്മിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ കിട്ടിയിരിക്കുന്നത്. ഷീസ് വെരി ലക്കി. അത് ശരിയാ. പക്ഷെ രവിവർമ്മൻ സാറ് ഇതുവരെ ഒഫീഷ്യലി ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോഴേ എന്താ പ്ലാനിംഗ് എന്ന് അറിയാൻ പറ്റൂ. Have you guys read it already? യെസ് സർ. മെയിൽ എല്ലാവർക്കും കിട്ടി. Good. രാജനന്ദിനിക്ക് ഓൾറെഡി ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. അത് ഇനിയും ജനപ്രിയമാക്കാൻ ശ്രീലക്ഷ്മിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഒന്നാമത്തെ തെളിവാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ടുള്ള രാജനന്ദിനിയുടെ സെയിൽ. തീർച്ചയായും അതിൽ ശ്രീലക്ഷ്മിയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റൈറ്റ്? യെസ് സർ, യു ആർ കറക്റ്റ്. ശ്രീലക്ഷ്മി സ്ട്രീറ്റുകൾ തോറും കയറി ഇറങ്ങി കടകളിൽ സർവേ നടത്തിയതിനു ശേഷമാ നമ്മുടെ ബ്രാൻഡിന് കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അതെ, അതുകൊണ്ട് തന്നെയാണ് രാജനന്ദിനി സാരീസിനെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആക്കണമെന്നും അതിന്റെ ചുമതല ശ്രീലക്ഷ്മിയെ ഏൽപ്പിക്കണമെന്നും ഞാനും രഘുചന്ദ്രവർമ്മനും ഒരുമിച്ച് തീരുമാനമെടുത്തത്. അതിപ്പോ നേരിട്ട് പറയണം നിങ്ങളോടൊന്ന് തോന്നി പറയുന്നു. വി ഹാവ് ടു കൺഗ്രാജുലേറ്റ് ശ്രീലക്ഷ്മി ആൻഡ് ഗിവ് ഹർ എ ബിഗ് ഹാൻഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച് സർ. നജീബ്, എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്ക്. ശരി സർ. ഗുഡ് മോർണിംഗ് മാഡം. രേഖ മാഡം വിളിച്ച് പറഞ്ഞിരുന്നു സാന്ദ്ര മാഡത്തിനെ ഒരു ബൊക്കെ ഏൽപ്പിക്കണമെന്ന്. ഞാനത് വാങ്ങി കുറെ സമയം മാഡത്തിനെ കാത്തു നിൽക്കുകയായിരുന്നു.
സീറ്റ്സ് കൊണ്ടുവരുമ്പോ അതുകൂടെ എടുത്തോണ്ട് വരട്ടെ മാഡം. Just get lost. ഓക്കെ. അപ്പോൾ ഇവിടെയുള്ള ഈ എല്ലാ അറേഞ്ച്മെന്റ്സും അവൾക്ക് വേണ്ടിയായിരുന്നു. ഒരു ഫോളായ അവിടെ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന് പുതിയൊരു ഹെഡിനെ അപ്പോയിന്റ് ചെയ്യാൻ പോവാണ്. സംവാട്ട് ലൈക്ക് യുവർ ഈക്വൽ പൊസിഷൻ. ആ വരുന്ന ഹെഡിന് എന്റെ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞറിയിക്കണം. കൂട്ടത്തിൽ ഒരു ഷേക്ക് ഹാൻഡും ഹഗും കിസും കൂടി നൽകിയ കൂടുതൽ സന്തോഷമാകും എനിക്ക്. രാജനന്ദിനിക്ക് ഓൾറെഡി ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. അത് ഇനിയും ജനപ്രിയമാക്കാൻ ശ്രീലക്ഷ്മിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അതിൽ ശ്രീലക്ഷ്മിയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഗിവ് എ ബിഗ് ഹാൻഡ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് സർ. അതേടി യശോദേ, നിന്റെ മോക്ക് കല്യാണത്തിന് വാങ്ങിച്ച സാരിയില്ലേ, രാജനന്ദിനി സാരി, അതിന്റെ ചീഫായിട്ടാ. പിന്നെ വലിയ പദവിയല്ലേ. ഇനി മോള് വിചാരിക്കണം എവിടെ ആ സാരി വിൽക്കണം, എത്ര പേർക്ക് കൊടുക്കണമെന്നൊക്കെ. എല്ലാം കരിക്കോത്തിയമ്മയുടെ അനുഗ്രഹം. ആ, നീ പറഞ്ഞത് നേരാ. ഒരു തരത്തിലേ കുലത്തൊഴിലെന്ന് തന്നെ പറയാം. അച്ഛൻ സാരി കച്ചവടം നടത്തി കടം വരുത്തി ജീവിതം മുടിപ്പിച്ചു. ഇപ്പൊ മോള് സാരി കച്ചവടം നടത്തി അതിനെ തിരിച്ചു പിടിക്കുന്നു എന്ന് പറയാം. അത് തന്നെ. എന്റെ സരോജം, ഫോണിൽ പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാ പോരെ നിനക്ക്? മോളുടെ കാര്യം പറഞ്ഞ് എന്നെ പിടിച്ചലക്കേണ്ട കാര്യം എന്താ? ആ, വൈകുന്നേരെ ഒരു ചെറിയ ചായപരിപാടി നടത്തുന്നുണ്ട്. നീ വരണം കേട്ടോ, മറക്കണ്ട. ഹേ, ഇല്ല, നിന്നെ പോലെ 3-4 പേരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. നീ വാ, ബാക്കി ഞാൻ നേരിട്ട് പറയാം. ശരിയപ്പോ ഫോൺ വയ്ക്കാണേ. എടി സരോജം, നീ ആൾക്കാരെ ഫോൺ വിളിക്കുന്നത് ചായ സൽക്കാരത്തിന്റെ കാര്യം പറയാനാണോ അതോ എന്റെ കുറ്റം പറയാനാണോ? എനിക്ക് മനസ്സിലാവണില്ല. അതിന് ഞാൻ നിങ്ങളുടെ കുറ്റമല്ലല്ലോ പറഞ്ഞത്, ഉള്ള കാര്യല്ലേ. ഉള്ള കാര്യം നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടി, നമ്മൾ ഫോൺ വിളിക്കുമ്പോ എന്തിനാണോ വിളിക്കുന്നത് അതിന് വേണം പ്രാധാന്യം കൊടുത്ത് സംസാരിക്കാൻ, അല്ലാതെ വായ തോന്നുന്നതല്ല. അതെ, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം ഏതിന് പ്രാധാന്യം കൊടുക്കണോന്ന്. അത് ശരിയാ. പിന്നെ എനിക്ക് നന്നായിട്ട് അറിയില്ലേ നിന്റെ ഉദ്ദേശവും. എന്തുദ്ദേശം? ചായ സൽക്കാരത്തിന്റെ പേരും പറഞ്ഞ് നിനക്ക് അസൂയുള്ള കുറച്ചുപേരെ വിളിച്ച് മോളെ രാജനന്ദിനിയുടെ ചീഫാക്കിയ വിവരം അറിയിക്കണം. അല്ലാതെ ചായയും ബിസ്ക്കറ്റും കൊടുക്കലല്ല നിന്റെ പ്രധാന ഉദ്ദേശം. കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. നിങ്ങൾ ആള് വലിയ ബുദ്ധിമാൻ തന്നെ. ഏതായാലും ബുദ്ധിമാൻ ഇവിടെ തന്നെ ഇരിക്കാം. ഞാനേ പപ്പിയുടെ വീട്ടിൽ കൂടെ വിവരം പറഞ്ഞിട്ട് ദാ ഇപ്പൊ വരാമേ. ചെല്ലു. എന്നിട്ട് ആ ത്രിവിക്രമന്റെ വായിലിരിക്കണമെന്നും കൂടി കേട്ടിട്ട് വേണം വരാൻ. അതെന്താ, സരോജത്തിന്റെ വായി നാക്കില്ലേ? നിങ്ങൾ മിണ്ടാതിരിക്കും മനുഷ്യ. എനിക്കറിയാം അവരെങ്ങനെ കൈകാര്യം ചെയ്യണോന്ന്. മോക്കും നമുക്കും ഒരു നല്ലത് വരുന്നു ആദ്യം അറിയിക്കേണ്ടത് അവരെയാ. അത് കേട്ടിട്ട് വേണം അയാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വരാൻ. അല്ല പിന്നെ
ഓ, ഇവളുടെ ഒരു കാര്യം. സർ ഇത് കൺഗ്രാചുലേഷൻസ് മിസ് സാൻഡ്ര. താങ്ക് യു സർ. വർമ്മൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട താങ്കൾക്ക് സുസ്വാഗതം. സർ, ഓ മൈ ഗോഡ്, ഐ കാൻറ്റ് ബിലീവ് ദിസ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാൻ എന്നും എപ്പോഴും തന്നോടൊപ്പം ഉണ്ടാവുന്ന അല്പം പോലും ചിന്തിച്ചില്ല താൻ. Now I'm telling you, just remember one thing every day. I am there for you. I'm always there for you. ഹലോ സാൻഡ്ര, ഗുഡ് മോർണിംഗ്. താൻ വന്നു എന്നറിഞ്ഞു. എന്താ ക്യാബിനിലേക്ക് വരാത്തത്? ആക്ച്വലി ഞാൻ അല്പം ബിസി ആയിരുന്നു. യു നോ വാട്ട്, ഇന്നു മുതൽ നമ്മുടെ ഓഫീസിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നതേ ഉള്ളൂ. ഡേറ്റ് നിശ്ചയിച്ച് പ്രസ് റിലീസ് കൊടുക്കും. നമ്മുടെ രാജനന്ദിനി ഫാബ്രിക്സിനെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് തിരിച്ച് അതിന്റെ ചീഫായിട്ട് ശ്രീലക്ഷ്മിയെ നിയമിക്കാനാണ് തീരുമാനം. ഹേയ്, എന്തേത്? തനിക്കെന്തു പറ്റി? കരയുന്നു? ഓ, താൻ നടന്ന സംഭവങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയാണ്. അതൊക്കെ ഇനിയാണ് മറന്നേക്കണം. മനസ്സിൽ ഇനി ആ ചിന്തയെ പാടില്ല, പ്ലീസ്. ശ്രീലക്ഷ്മി കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ. ആ കുട്ടിയാ പറഞ്ഞത് താൻ ഓഫീസിലെത്തിയെന്ന്. അവക്ക് വലിയ സന്തോഷമായി തന്റെ ഈ മടങ്ങി വരും. പുതിയ സ്ഥാനം കിട്ടിയതിൽ ഇപ്പൊ താൻ തന്നെ അവിടെ ചെന്ന് അവളെ വിഷ് ചെയ്യുകയാണെങ്കിൽ ഷീ വിൽ ബി വെരി ഹാപ്പി. എന്നുവെച്ചാ അവളെ സന്തോഷിപ്പിക്കാൻ ഞാൻ തന്നെ നേരിട്ട് ചെല്ലണോന്നോ? സാർ ഇവിടേക്ക് കയറി വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം അതായിരുന്നോ? ഉദ്ദേശ ലക്ഷ്യമോ? എനിക്കങ്ങനെയൊന്നും ഒഴിഞ്ഞു മാറണമെന്നില്ല. വാ തുറന്നാൽ എപ്പോഴും ശ്രീലക്ഷ്മി 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 എന്നേ സാറിന്റെ നാവില് വരൂ. എന്താ സാർ, വേറെ ആരെയും സാറിന് കാണാൻ പറ്റുന്നില്ല ഇവിടെയൊന്നും? രവിചന്ദ്രവർമ്മന്റെ ലോകത്ത് ശ്രീലക്ഷ്മി മാത്രമേ ഉള്ളൂ സ്ത്രീയായിട്ട്. ഫോർ ഗോഡ്സ് സേക്ക് അവളുടെ പേര് എന്നോട് മാത്രം പറയരുത് സാർ. അവളുടെ പേര് കേൾക്കുമ്പോ തന്നെ എന്റെ ശരീരം വിറയ്ക്കുന്ന പോലെയാ. ഐ സിംപ്ലി ഹേറ്റ് ഹർ. സാറിന്റെ ഓരോ വാക്കും അളന്ന് തൂക്കി നോക്കിയ അതിൽ സാൻഡ്രയെക്കാളും മുൻതൂക്കം എപ്പോഴും അവൾക്കാണ്. എനിക്ക് ഒരിക്കലും ഒരു സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷനായി നിൽക്കാൻ താല്പര്യമില്ല സാർ. ഐ എം വെരി വെരി സോറി. ഞാനൊരു പമ്പര വിഡ്ഢിയാണെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. നേരത്തെ ഓഫീസിലേക്ക് വന്നപ്പോ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നറിയാവോ? വന്ന ഉടനെ സാറിനെ കാണണമെന്നായിരുന്നു ആഗ്രഹം. ആ വെൽക്കം ബോർഡും ബാക്കി എല്ലാ അറേഞ്ച്മെന്റ്സും എനിക്കാണെന്ന് ഞാൻ കരുതിയത്. But no, I was mistaken. It was my fault. ഇന്ന് ശ്രീലക്ഷ്മിക്ക് പ്രധാനപ്പെട്ട ദിവസമാണെന്നുള്ള ഓർമ്മ മാത്രമേ സാറിനുണ്ടായിരുന്നുള്ളൂ. സാൻഡ്ര വീണ്ടും ഓഫീസിലേക്ക് വരുന്നുവെന്ന ചിന്തയെ സാറിനെ സ്പർശിച്ചിരുന്നില്ല. അതാണ് സത്യം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സാർ. ഞാൻ വെറൊരു പൊട്ടിയൊന്നുമല്ല ഈ നാടകങ്ങൾ കണ്ട് കൈയടിക്കാൻ.
ചീഫ് ഓഫ് രാജനന്ദിനി ഫാബ്രിക്സ് കൊള്ളാം, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താ സർ, ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്ന കാര്യം കമ്പനി വൈസ് പ്രസിഡന്റായ സാൻഡ്രയെ അറിയിക്കണമെന്നില്ലേ? പിന്നെ ഇന്നലെ വന്ന ശ്രീലക്ഷ്മി ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും. എന്താ സർ, ശ്രീലക്ഷ്മി ഇതിന്റെ ഹെഡാക്കാൻ വേണ്ടി മാത്രമാണോ സാർ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങിയത്? ഐ യു നോട്ട് അഷെയിംഡ്? സോറി സാൻഡ്ര, താൻ ഒരുപാട് കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഐ തിങ്ക് യു നീഡ് ടു റിലാക്സ് എ ബിറ്റ്. ഇനി എന്താണ് സർ റിലാക്സേഷൻ? എനിക്കിപ്പോഴാണ് എല്ലാം ശരിയായിട്ട് മനസ്സിലാവുന്നത്. ഇൻഫാക്ട് ഞാൻ ഇനി ഈ ഓഫീസിൽ ഒരു അധികപ്പറ്റാണ്. ഐ ഷുഡ് ക്വിറ്റ് നൗ. സ്റ്റോപ്പ് ഇറ്റ് സാൻഡ്ര. തനിക്ക് വേറെ എന്തോ ടെൻഷൻസ് ആണ്. തന്നോട് ആ വിഷയത്തെ പറ്റി സംസാരിച്ചില്ല എന്ന വിഷമം തനിക്കുണ്ട്. എന്നാൽ താൻ ഇനിയെങ്കിലും മനസ്സിലായിക്കോ, രഘു ഒഴികെ മറ്റാരോടും ഞാൻ ഇതിനെപ്പറ്റി ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല, ഇൻക്ലൂഡിംഗ് മൈ മദർ. ഒരിക്കലും ശ്രീലക്ഷ്മിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല. അവളുടെ കഴിവിനെ പറ്റി ചിന്തിച്ചപ്പോ ഇങ്ങനൊരു ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്തതിനെ കുറിച്ച് ചിന്തിച്ചെന്നേ ഉള്ളൂ. ആക്ച്വലി ഷീ ഡിസേർവ് ദിസ് പോസ്റ്റ്. And I deserve what? Rejection? നോ, നെവർ. എന്തിനാ ഈ കമ്പാരിസൺ? തന്നെ എന്തിനാ ശ്രീലക്ഷ്മിയായിട്ട് താരതമ്യപ്പെടുത്തുന്നത്? യു ടു ആർ നോട്ട് ഈക്വൽ. Yeah, I know. I know. We two are not equal. ഇവിടെ താരതമ്യം ചെയ്യുന്നത് സാറാണ്, ഞാനല്ല. നോ സാൻഡ്ര, നോ. ഒരിക്കലും ഞാൻ താരതമ്യം ചെയ്യില്ല നിന്നെ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് രണ്ട് വ്യക്തികളാണ്, ടു ഇമ്പോർട്ടന്റ് ഇൻഡിവിജ്വൽസ്. എത്ര ഇമ്പോർട്ടന്റ്, എങ്ങനെ ഇമ്പോർട്ടന്റ് എന്നൊന്നും എനിക്ക് ഒറ്റയടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഫോർ ദാറ്റ് ഐ എം സോറി. നോ സർ, ഞാനിത് വിശ്വസിക്കില്ല. അവള് സാറിന് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് മാത്രമല്ല, ഈ ഓഫീസിലെ എല്ലാവർക്കും അറിയാം. താൻ വളരെ സ്മാർട്ട് ആണെന്ന് തെളിയിക്കാനാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവൾ ഓരോന്ന് ചെയ്യുന്നത്. ഓരോ ഘട്ടത്തിലും സാറിന്റെ അപ്രീസിയേഷൻ നേടിയെടുക്കാൻ മാത്രമാണ് അവളുടെ ഉദ്ദേശം. എനിക്ക് മനസ്സിലാവും, അത് എനിക്ക് മനസ്സിലാവും. ഓരോ പ്രാവശ്യവും സാറിൽ നിന്ന് അവളെ അകറ്റി നിർത്താൻ ഞാൻ ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. പകരം അവള് സാറിനോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, അവൾക്ക് എന്ത് പ്രത്യേകത കണ്ടിട്ടാ സാർ ഈ കണ്ട് മയങ്ങുന്നത്? പ്ലീസ്, അവളുടെ ടാലന്റ് ആണെന്ന് മാത്രം പറയരുത്. ഈ ഓഫീസിൽ അവളെക്കാളും കഴിവുള്ള ധാരാളം പേരുണ്ട്. പക്ഷെ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല എന്ന് മാത്രം. കാരണം സാർ അവൾക്ക് കൊടുക്കുന്ന കെയറും കൺസേണും മറ്റാർക്കും കൊടുക്കാറില്ല, ഈവൻ എന്നോട് പോലും. സർ, അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക, അവള് സാറിന്റെ മുന്നിൽ വരുമ്പോ സാറിന്റെ മുഖത്ത് വരുന്നൊരു സ്മൈൽ ഉണ്ടല്ലോ, ഞാൻ സാറിന്റെ മുമ്പിൽ വരുമ്പോ എന്തുകൊണ്ടാ അത് മാഞ്ഞു പോകുന്നത് സർ? വൈ? ജസ്റ്റ് ടെൽ മീ. Why do you like her so much? And why can I get that care, that affection, that look, that love in your eyes? Sorry sir, ഇനി ഇതൊന്നും സഹിക്കാൻ എനിക്ക് പറ്റില്ല സർ. Yes sir, I crave for your love. ഈ സാൻഡ്ര ഒന്നല്ല രണ്ടല്ല, കഴിഞ്ഞ 10 വർഷങ്ങളായി സാറിന്റെ ലവിന് വേണ്ടി കാത്തിരിക്കുക, സാറിന്റെ അഫെക്ഷന് വേണ്ടി. നമ്മുടെ ഓഫീസിലെ വാഷ്റൂമിന്റെ കണ്ണാടിക്ക് അറിയാം ഈ സങ്കടം. ഞാൻ അതിന്റെ മുമ്പിൽ പോയി എത്ര തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നറിയാവോ? എന്നിട്ടും ഐ ലവ് യു എന്ന സത്യത്തെ സാറിനോട് പറയാനേ എനിക്ക് കഴിഞ്ഞിട്ടില്ല. സാൻഡ്ര,
Yes, sir. I love you. I love you a lot. I can't live without you. എന്റെ ഓരോരോ ദിവസവും ഞാൻ സാറിനെ പ്ലീസ് Daba daba mavada